ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ അതിൻ്റെ പ്ലാനിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നിലമ്പൂരിലുള്ള സുധാകരേട്ടനാണ് നമ്മളുടെ ഈ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത്. 5 ദിവസത്തെയും മെനു മുൻകൂട്ടി തയ്യാറാക്കിയതനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണ് നമ്മളിവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസും ഉപയോഗിച്ച് പായസമടക്കം ഗ്ലാസ്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം അതുവഴി പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഭക്ഷണ വിതരണം നടപ്പാക്കുന്നത്. പിന്നെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കഴുകുന്നതിന് കുട്ടികൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. ബാക്കി ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. പ്ലേറ്റുകളൊക്കെ അവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷമാണ് വീണ്ടും ആളുകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്നത്. എങ്ങനെയാണ് ഭക്ഷണ പന്തലിലെ തിരക്ക് നിയന്ത്രണവും കാര്യങ്ങളും? എല്ലാം നന്നായി തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ 5 കൗണ്ടറുകളാണ്. ഒരു കൗണ്ടറിൽ 100 പേരാണ് ഇരിക്കുന്നത്. ഒരേ സമയം 1500 ഒരു സമയം 500 ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം ക്രമീകരിച്ച് പോണത്. 3500ഓളം ആളുകൾ ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ദിവസവും ഇതേപോലെ. പിന്നെ നമ്മളെ കൂടെ സഹായിക്കാൻ മറ്റ് സന്നദ്ധ സംഘടനകളുണ്ട്. പിന്നെ ഹരിതകർമ്മസേന ഉണ്ട്, മറ്റുള്ള നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ചേർന്ന് ഭംഗിയായിട്ട് നമുക്കിത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എങ്ങനെ ഈ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ പാടെ എങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. ആളുകൾ നന്നായി അനുസരിക്കുന്നു. ഭക്ഷണം ഒട്ടും വേസ്റ്റ് വരുത്താതെ അവരെ കൊണ്ടുപോകുന്നു. നമ്മളിപ്പോൾ ചില തമാശകളൊക്കെ പറയുമ്പോൾ സോഫ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ അവൾ വളരെ സന്തോഷത്തോടെ വന്ന് പ്രതികരിക്കുന്നത് കാണുന്നുണ്ട്. അവരെ നിയന്ത്രിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകാൻ പ്രത്യേകം കൊടുക്കുന്നത് അവരറിയാതെ മറക്കുന്നതാണ്. നമ്മൾ പറയുമ്പോൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. നന്നായി സഹകരിക്കുന്നവരൊക്കെ എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ 4ാമത്തെ ദിവസമാണ് വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം ഓരോ ദിവസവും ഒരു 3000-ലധികം ആളുകളാണ് ഭക്ഷണം കഴിച്ചു പോകുന്നത്. നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാവരും നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നുണ്ട് എന്താ പറഞ്ഞത്? എന്താണ് ചുങ്കത്തറ ഇത് ഏറ്റെടുത്തതുകൊണ്ട് നല്ല ആവേശത്തിലാണോ? അതെ, ചുങ്കത്തറക്കാർ നല്ല ആവേശത്തിലാണ്. അപ്പൊ നിങ്ങൾ ഈ കൗണ്ടറിലേക്ക് കാണാം, ഈ അധ്യാപകരുടെ കൂടെ SFIയുടെ DYFIയുടെ ഒക്കെ പ്രവർത്തകരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരൊക്കെ രാവിലെ 10 മണിയാകുമ്പോൾ ഇവിടെ ഹാജരാകും. ഇവിടെ ഒപ്പിട്ടതിന് ശേഷം 4 മണി വരെ ഈ കൗണ്ടറിൽ അവർ ഫുൾ ടൈം ഒരു വേതനം അവർ വാങ്ങുന്നില്ല. ആ രീതിയിൽ ചുങ്കത്തറക്കാർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. നാളെയും കൂടെ ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ വിജയിപ്പിക്കാൻ ഞങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. നല്ല രീതിയിലാണ് ഇത് വരുന്നത്. ഇവിടെ മറ്റ് വിദ്യാർത്ഥി സംഘടന SFI, യുവജന സംഘടന DYFI, അങ്ങനെ നല്ല ജനപങ്കാളിത്തത്തോടുകൂടിയാണ് ഈ ഭക്ഷണം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. നല്ല ചിട്ടയ പ്രവർത്തനമാണ്. അത് നാളെ വളരെ നല്ല രീതിയിൽ നാളെയും ചെയ്യും. വളരെ നല്ല രീതിയിൽ NSSന്റെ പ്രവർത്തകരുണ്ട്, അതേപോലെ കുട്ടികളുടെ സംഘടനകളുണ്ട്. എല്ലാവരും ഇത് മൊത്തം ഏറ്റെടുക്കുന്നു. എല്ലാവരും നല്ല രീതിയിലാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് നന്നായിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു പന്തലുണ്ടാക്കി കൊടുത്തതുകൊണ്ടാന്ന് പറയുന്നത്. എന്താ പറയുക? അതെ, നമ്മളെ ഭക്ഷണമാണല്ലോ പ്രധാനം. പ്രത്യേകിച്ചും KST നടത്തുന്ന ഇതാണ്. നമ്മള് എല്ലാ പ്രാവശ്യവും പന്തല് നമ്മളടുത്ത് തന്നെയാണ് വരല്. യാതൊരു പരിഭവവും പരാതിയും ഇല്ലാത്ത രൂപത്തിൽ ഏകദേശം 500ഓളം കുട്ടികൾക്ക് ഒരേ സമയം ക്യൂ നിൽക്കുമ്പോൾ പോലും വെയിലില്ലാത്ത നമ്മൾ ഇവരോടൊക്കെ ആലോചിച്ച് തന്നെയാണ് ഒക്കെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ്. ഒക്കെ വളരെ സഹകരിച്ചാണ്. അധ്യാപക സമിതിയാണ് നടത്തുന്നത്. സ്വാഭാവികമായിട്ട് അധ്യാപക സമിതി എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒത്തൊരുമയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇന്ന് പായസമല്ലേ? ഇന്ന് പായസം. ഇന്ന് അടപ്രഥമുണ്ട്. ഇന്നലെ നല്ല പായസമുണ്ട്. എല്ലാം കുട്ടികൾക്കൊക്കെ യാതൊരുവിധ പ്രശ്നമില്ല. മാധ്യമപ്രവർത്തകർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. സന്തോഷമല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ന് അടപ്രഥമനാണ് കൊടുക്കണമെന്ന് പറഞ്ഞത്. കലോത്സവത്തിൽ അങ്ങനെ അടപ്രഥമൻ കൊടുക്കുന്ന ഒരു പതിവ് കേട്ടിട്ടില്ല. നിലമ്പൂർ ഉപജില്ലയിൽ ആദ്യമായിട്ടാണ്, ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അടപ്രഥമൻ നമ്മൾ കലാമേളയിൽ വിളമ്പുന്നത്. അത് KSTയുടെ നേതൃത്വത്തിലായതിൽ ഞങ്ങൾക്ക് അതിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണം കൊടുത്ത് അവരുടെ മത്സരങ്ങളിൽ ഏറ്റവും സന്തോഷത്തോടെ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാനും അതിലിടപെടാനും അതിൽ വിജയിക്കാനുമുള്ള അവസരം നൽകുക എന്നതാണ് അതാണ് ഞങ്ങളുടെ സന്തോഷം. ഓക്കെ, ഭക്ഷണപന്തൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എല്ലാവരും ഭക്ഷണം കഴിച്ച് നല്ല സംതൃപ്തിയോട് കൂടി തന്നെ ഇറങ്ങുകയാണ്. കുറേ പേര് ഇതാ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ 5 കൗണ്ടറുകളിലായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കൗണ്ടറിൽ 100 ആളുകൾക്ക് ഒരുമിച്ച് ഇരിക്കാവുന്ന രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കൗണ്ടറിൽ 100, അങ്ങനെയാവുമ്പോൾ 5 കൗണ്ടറിൽ 5 ആളുകൾ എന്നുള്ള രൂപത്തിലാണ് ഇവിടെ ഭക്ഷണപന്തലിൽ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം വിളമ്പുകയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണ വിതരണം നടത്തുകയും അതുപോലെ തന്നെ
അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചോറും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് വാങ്ങാം. അവർ അനൗൺസ്മെൻറ്റിലൂടെ തന്നെ പറയുന്നുണ്ട് ചോറ്, കറി, അങ്ങനെ എല്ലാം നമുക്ക് കൃത്യമായിട്ട് പിന്നെയും പിന്നെയും വാങ്ങിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നാണ് ഇതിൽ ഇവർ പറയുന്നത്. നമുക്ക് കുട്ടികളോട് ചോദിക്കാം. മക്കളെ, എങ്ങനെയുണ്ട് ഭക്ഷണം? ഏത് സ്കൂളിൽ നിന്നാ? ചന്തക്കുന്ന് യുപിന്നോ ആണോ? ഏത് ഇനത്തിലാണ് മത്സരിക്കേണ്ടായിരുന്നത്? സംഘഗാനം, വന്ദേമാതരം, സിദ്ധരൂപം. ആണോ? എങ്ങനെയുണ്ട് ഭക്ഷണം? ഇഷ്ടായോ? ആണോ? എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടായോ? നല്ല അടിപൊളി യൂണിഫോമിലൊക്കെയാണല്ലോ വന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ ഏത് സ്കൂളാ? ഓക്കെ. എല്ലാം നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കട്ടോ. പായസം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കിട്ടിയോ? എന്താ പായസം? പാലട അല്ലേ? അതൊക്കെ നോക്കൂട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കുട്ടികൾ കൂടി പറയുന്നത് നല്ല രീതിയിലാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്. എപ്പോൾ ചോദിച്ചാലും അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള രൂപത്തിലാണ് ഇവിടെ പറയുന്നത്. ഇന്നലെ മുതലുണ്ടോ അവിടെ? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്? ഫുഡ് ഉഷാറാണ്. ആണോ? നിങ്ങൾ ഇപ്പോൾ പായസം ഉള്ളത് നല്ലതാണ്. എന്താണ് പേരെന്താ? രജിത. എന്താ പറയാനുള്ളത്? നിലമ്പൂർ KSTA സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഫുഡ് വിതരണമാണ് ഇവിടെ നടക്കുന്നത്. വളരെ നല്ല ഫുഡാണ് ഈ 3 ദിവസമായിട്ട് നൽകിയിട്ടുള്ളത്. ഇനി 4ാമത്തെ ദിവസം, ഇനി നാളെ കൂടെ കഴിഞ്ഞാൽ ഈ പരിപാടി അവസാനിക്കും. അത് നാളെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതുപോലെ പായസം 3ാമത്തെ ദിവസം വിതരണം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് എല്ലാ മത്സരങ്ങളും അതിൻ്റെ ക്രമമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് പോകുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഭക്ഷണവും അതിൻ്റെ കാര്യങ്ങളും പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും നമ്മളോട് പറയുന്നത്.